ശ്രീ ടി.ജെ. വിനോദ്, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, വേമ്പനാട്ട് കായലിലും കൈവഴിയിലെ ചെറിയ കനാലുകളിലും അടിത്തട്ടിലെ എക്കലും മറ്റും അടിഞ്ഞത് മൂലം ജലസംഭരണി കുറഞ്ഞതാണ് കൊച്ചി നഗരത്തിലെ വേലിയേറ്റത്തിൻ്റെ ഒരു പ്രധാന കാരണം. തീരദേശ മേഖലയിൽ മാത്രമല്ല, കൊച്ചി നഗരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കടവന്ത്ര, ചെലവന്നൂർ, തേവര, പനമ്പള്ളി നഗർ, കോന്തുരുത്തി, കൊറങ്കോട്ട, താന്തോന്നിത്തുരുത്ത്, ചിറ്റൂർ, വടുതല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് സാർ. നഗരമധ്യത്തിലുള്ള കലൂർ ജഡ്ജസ് അവന്യൂവിൽ പോലും അതീവ രൂക്ഷമായ വേലിയേറ്റം മൂലമുള്ള വെള്ളക്കെട്ടാണ്. ഇത് പരിഹരിക്കുന്നതിന് പല രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഒരു പരിഹാരമാകുന്നില്ല. ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു യോഗം വിളിച്ചിരുന്നു. പക്ഷേ അവിടെ നമ്മൾ പല തീരുമാനങ്ങൾ എടുത്തെങ്കിലും ആ തീരുമാനങ്ങൾ പലതും നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, 2018-ലും 2019-ലും നമ്മുടെ വെള്ളപ്പൊക്കം മൂലം പുഴയിൽ അടിഞ്ഞുകൂടിയ എക്കലും മണ്ണും അടിഞ്ഞുകൂടിയതിനും തുടർന്ന് വേമ്പനാട്ട് കായലിൻ്റെ വെള്ളം ഉൾക്കൊള്ളാനുള്ള സംഭരണശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ നമുക്കറിയാം റെയിൽവേ ROB നിർമ്മിച്ചപ്പോൾ ഉണ്ടായ അഫ്കോൺ നിർമ്മിച്ച ബണ്ട് പോലും നമുക്ക് പൊളിക്കാൻ കഴിഞ്ഞാൽ 2021-ൽ ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉന്നയിച്ചാണ് സാർ. അപ്പോൾ ഇതിന് ശാസ്ത്രീയമായി ഈ വെള്ളക്കെട്ട്, ഈ വേലിയേറ്റം ത്തിന് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി അതുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നുള്ളതാണ് ഈ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി. ബഹുമാനപ്പെട്ട MLA വിനോദ് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ആ കോളിംഗ് അറ്റൻഷനിലും പറഞ്ഞ മറുപടി ഇതുതന്നെയാണ്. അവിടെ വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് ചേർന്നു, ചില തീരുമാനങ്ങൾ എടുത്തു. നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും അതിലും പ്രധാനപ്പെട്ട വിഷയം MLA സൂചിപ്പിച്ച പോലെ തന്നെ അതിനൊരു ശാസ്ത്രീയമായൊരു പഠനവും നടപടികളും നമുക്ക് അനിവാര്യമായിട്ടുണ്ട്. വേലിയേറ്റം മൂലമാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത്. 18-19 പ്രളയകാലത്ത് എക്കലും വേലിയും എല്ലാം വന്ന് അടിഞ്ഞ് ജലസംഭരണ ശേഷി കുറഞ്ഞു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയത്തെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ വിഷയം പരിഹരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമുക്ക് ആലോചിക്കാം. ഗൗരവപൂർവമായൊരു വിഷയം വീണ്ടും നമുക്ക് ഒന്നെങ്കിലും ഒരു ചർച്ച നടത്തിക്കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം.